ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ലെസണിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസുകളാണ്. ഇപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ലെസൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഓക്കെ, നമുക്ക് നേരം കളയാതെ അപ്പോൾ ലെസണിലേക്ക് പോകാം. ഷോർട്ട് സെൻറ്റൻസുകളാണ്. വേറെന്ത് പറയാൻ എന്ന് പറയാൻ എങ്ങനെ പറയാം? വാട്ട് എൽസ് ടു സേ എന്ന് പറഞ്ഞാൽ വേറെന്ത്, ടു സേ പറയാൻ, വാട്ട് എൽസ് ടു സേ വേറെന്ത് പറയാൻ. അപ്പോൾ ടു പ്ലസ് ബേസ് വെർബാണ് അവിടെ ചേരുന്നത്. വാട്ട് എൽസ് ടു സേ അതെ, വേറെന്ത് ചെയ്യാൻ എന്ന് പറയുമ്പോൾ വാട്ട് എൽസ് ടു ഡു ചെയ്യാൻ. വാട്ട് എൽസ് ഡു യു വാണ്ട് വേറെന്താണ് നിനക്ക് വേണ്ടത്, വേറെന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാട്ട് എൽസ് ഡു യു വാണ്ട് വേറെന്ത് വേണം, വാട്ട് എൽസ് ഡു യു വാണ്ട്. നെക്സ്റ്റ് വൺ, ഇത് ഇത്രയ്ക്ക് മോശമാണോ? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ബാഡ് ദാറ്റ് മച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീനിങ് അത്രയ്ക്ക് എന്നാണ്. അത്രയ്ക്ക്, ദാറ്റ് മച്ച് ബാഡ്. ഈസ് ഇറ്റ് ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോശമാണോ? ഈസ് ഇറ്റ് ബാഡ്, ഇത് മോശമാണോ? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഗുഡ്, ഇത്രയ്ക്ക് നല്ലതാണോ? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഗുഡ്, ഇത്രയ്ക്ക് നല്ലതാണോ? ഈസ് ഇറ്റ് ഗുഡ്, ഇത് നല്ലതാണോ? ഈസ് ഇറ്റ് ഗുഡ് എന്ന് വെച്ചാൽ ഇത് നല്ലതാണോ? ഈസ് ഇറ്റ് ഗുഡ്. നെക്സ്റ്റ്, അതെങ്കിലും ചെയ്യ്, കുറഞ്ഞ പക്ഷം അതെങ്കിലും ചെയ്യ്. അറ്റ്ലീസ്റ്റ് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഡു ദാറ്റ് അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം അതെങ്കിലും ചെയ്യേ. ഡു ദാറ്റ് അറ്റ്ലീസ്റ്റ്. നെക്സ്റ്റ് സെൻറ്റൻസ്, അവനധികം സംസാരിക്കാറില്ല അല്ലെങ്കിൽ സംസാരിക്കില്ല എന്നാണ് അർത്ഥം. ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോമിലാണ് പറയേണ്ടത്. ഹി ഡസിൻറ്റ് ടോക്ക് മച്ച് ടോക്ക് മച്ച് എന്ന് പറഞ്ഞാൽ അധികം, അധികം. ഡസിൻറ്റ് ടോക്ക് മച്ച്. ഇത് നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെ പറയാം? അവൻ ഒരുപാട് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കും എന്ന അർത്ഥത്തിലാണ് പറയേണ്ടത്. അപ്പോൾ അതെങ്ങനെ പറയും? He talks too much എന്ന് പറഞ്ഞാൽ ഒരുപാട്, വളരെയധികം എന്നർത്ഥം. ടു എന്നതിൻ്റെ വേറൊരു മീനിങ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ടോക്സ്, ഇവിടെ ടോക്സ് എന്നുകൊണ്ടാണ് ഹി എന്നതൊരു സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ടോക്ക് എന്ന ബേസ് വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് പറഞ്ഞത്. എല്ലാ ബേസ് വെർബുകളും പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ വേർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എസ് ചേർത്ത് വേണം പറയാൻ. അതാണ് ഹി ടോക്സ് ടു മച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുക? അവൻ അങ്ങനെ ഒരുപാട് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ടോക്സ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡസ് അതിലുണ്ട് എന്നും കൂടിയാണ്. ഡസ് പ്ലസ് ടോക്കാണ് ടോക്സ്. അപ്പോൾ നമ്മൾ ആ ഡസ്സിനെ എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഡസ് ഹി ടോക്ക് മച്ച്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോക്ക് എന്ന് മാത്രം മതി. ഡസ് ഹി ടോക്ക് മച്ച് അവനധികം സംസാരിക്കാറുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ ഫോം. ഇനി നമുക്ക് ദേ വെച്ച് പറഞ്ഞു നോക്കിയാലോ. ദേ വെച്ച് പറയുമ്പോൾ ദേ എന്താണ്? ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ഐ, വി, യു, ദേ ഇവയെല്ലാം പ്ലൂറൽ സബ്ജക്റ്റാണ്, ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നവ. അപ്പോൾ അതെങ്ങനെ പറയും? അവർ ഒരുപാട് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് സംസാരിക്കും എന്ന് പറയാൻ ദേ ടോക്ക് ടു മച്ച്. ദേൻ്റെ കൂടെ എന്ത് മതി? ടോക്ക് എന്ന് മാത്രം മതി. ദേ പ്ലൂറലാണ് സബ്ജക്റ്റ്, ടോക്ക് വേർബും പ്ലൂറലാണ്. അപ്പോൾ ദേ ടോക്ക് ടു മച്ച്. അവർ ഒരുപാട് സംസാരിക്കാറുണ്ടോ? അപ്പോൾ നമ്മളതിനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? ടോക്ക് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാ ബേസ് വെർബിൻ്റെ കൂടെ ഡു ഉണ്ടെന്നും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഡു ദേ ടോക്ക് എന്നുള്ളത് ക്വസ്റ്റ്യനായിട്ട് മാറുമ്പോൾ ഡു ദേ ടോക്ക് ടു മച്ച്. അവർ ഒരുപാട് സംസാരിക്കാറുണ്ടോ? സംസാരിക്കുമോ അങ്ങനെ ഒരുപാടൊക്കെ? അപ്പം ഞങ്ങൾ പറയണം അവരങ്ങനെ അധികം സംസാരിക്കാറൊന്നുമില്ല. അതെങ്ങനെ പറയാം? അവരധികം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, സംസാരിക്കില്ല. ദേ ഡോണ്ട് ടോക്ക് മച്ച്. ഡോൺ എന്ന് പറഞ്ഞാൽ ഡു നോട്ട്. ഓക്കെ, ദേ ഡോണ്ട് ടോക്ക് മച്ച്. ഡോണ്ടാണ് അവിടെ. ഡു എന്നതിനോട് കൂടി എന്ത് ചേരും? ഒരു നോട്ട് ചേർത്താൽ മതി. ദേ ഡോണ്ട് ടോക്ക് മച്ച്. നമ്മൾ നേരത്തെ ഡസിൻറ്റ് ടോക്ക് മച്ച്, ഹി ഡസിൻറ്റ് ടോക്ക് മച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദേ ഡോണ്ട് ടോക്ക് മച്ച്. ഓക്കെ, ഇനി ഒരാളുടെ പേര് മാത്രമായിട്ടാണ് ഇവിടെ പറയുന്നത്.
എന്തെങ്കിലോ റിയ എന്നൊരു പേരാണ്, ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? റിയ ടോക്സ് ടു മച്ച്. റിയ ടോക്സ് ടു മച്ച്. റിയ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പം രാഹുലാണെങ്കിൽ രാഹുൽ ടോക്സ് ടു മച്ച്. ഇനിയിപ്പോൾ 2 പേരും കൂടിയാണ്, 2 ആളുണ്ട് അവിടെ, റിയ ആൻഡ് രാഹുൽ, 2 പേരും. ആ 2 പേരും വെച്ച് പറയുമ്പോൾ എങ്ങനെ പറയും? റിയ ആൻഡ് രാഹുൽ ടോക്ക് ടു മച്ച്. അപ്പം നമുക്കവിടെ ടോക്ക് എന്ന് മാത്രം മതി, കാരണം റിയയും രാഹുലും വരുമ്പോൾ 2 ആളാണ്, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളായി. അപ്പോൾ അവിടെ ടോക്ക് എന്ന് മാത്രം യൂസ് ചെയ്യാൻ മതി. റിയ ആൻഡ് രാഹുൽ ടോക്ക് ടു മച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അവിടെ എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കുക? there. Is there anything left? Is there anything left? Is there anything left? Anything, എന്തെങ്കിലും, left എന്നാൽ ബാക്കി. Is there anything left? അപ്പോൾ അതിനൊരു ആൻസർ പറയുകയാണ്, അവിടെ ഒന്നും ബാക്കിയില്ല. അവിടെ ഒന്നും ബാക്കിയില്ല. there is nothing left. ഒന്നും എന്നതിന് അവിടെ nothing യൂസ് ചെയ്യാം. there is nothing left. അവിടെ ഒന്നും ബാക്കിയില്ല. there is nothing left. ഇതും കൂടി എടുത്തുകൊണ്ട് പോകും, എന്നാൽ ഇതും കൂടി എടുത്തുകൊണ്ട് പോകും. ടേക്ക് അവേ these two. ടേക്ക് അവേ these two. ഇതും കൂടി എന്നതിന് എന്ത് പറയാം? these two എന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇതും കൂടി ടേക്ക് അവേ എടുത്തു പോകും. ടേക്ക് അവേ these two. ഇതും കൂടി എടുത്തുകൊണ്ട് പോകും. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ I have said എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് ഫോം എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമാണ്. ഹാവിൻ്റെ കൂടെ നാം യൂസ് ചെയ്യേണ്ടത് വെർബിൻ്റെ 3rd ഫോമാണ്. അപ്പോൾ സെഡ് പറഞ്ഞു. സെഡ് എന്നത് ഇവിടുത്തെ മെയിൻ വെർബ്. I have said it many times. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, ഇത് മതിയാകില്ല. ഇറ്റ്സ് നോട്ട് ഇനഫ്. ഇത് മതിയാകില്ല. ഇറ്റ്സ് നോട്ട് ഇനഫ്. ഇത് മതിയാകില്ല. ഇത് തന്നെ ഈസിൻ്റെ സ്ഥാനത്ത് വാസ് ചേർത്ത് പറഞ്ഞാൽ എങ്ങനെയാവും? ഇത് മതിയാകുമായിരുന്നില്ല. നമ്മൾ പാസ്റ്റിലുള്ളൊരു കാര്യം പറയുകയാണ്. ഇത് മതിയാകുമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഇനഫ്. അത് മതിയാകുമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഇനഫ്. ഇനി മതിയാവുക എന്നതിന് ഇനഫിന് പകരം നമുക്ക് വേറൊരു വേർഡ് യൂസ് ചെയ്യാം, സഫിഷ്യൻറ്റ്. ഇറ്റ്സ് നോട്ട് സഫിഷ്യൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് സഫിഷ്യൻറ്റ് എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്, ഇതൊരു അനാവശ്യ കാര്യമാണ്. അനാവശ്യം, അൺനെസസറി തിങ്. ഇറ്റ് ഈസ് ആൻ അൺനെസസറി തിങ്. ഇതൊരു അനാവശ്യ കാര്യമാണ്. ഇറ്റ്സ് ആൻ അൺനെസസറി തിങ്. ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം എന്ന് പറയാൻ നെസസറിയാണ് യൂസ് ചെയ്യുക. നെസസറി. അനാവശ്യം എന്ന് പറയുമ്പോൾ അൺനെസസറി. ഇവിടെ ആൻ യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ്? ആൻ, എ, ഇ, ഐ, ഒ, യു എന്നീ വവൽസ്, അതായത് സ്വരാക്ഷരങ്ങൾ, ആ ഒരു സൗണ്ട് വരുന്നിടത്ത് നമ്മൾ എ, ഒന്ന് എന്നർത്ഥത്തിൽ ഏനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ യു ആണ് ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, അതുകൊണ്ടാണ് ആൻ യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ ഫസ്റ്റ് ലെറ്റർ വവൽസ് എ, ഐ, ഒ, യു ഇവ ഒഴികെയുള്ള മറ്റേത് ലെറ്റർ ഇവിടെ വന്നാലും ഒന്ന് എന്നതിന് എ ആണ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്, കൃത്യമായ ദിവസം ഏതാണ് പറയൂ. സേ വിച്ച് ഈസ് ദ എക്സാക്ട് ഡേ. എക്സാക്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ. വിച്ച് ഈസ് ദ എക്സാക്ട് ഡേ. കൃത്യമായ ദിവസം ഏതാണെന്ന് പറയൂ. അപ്പം എനിക്കറിയില്ല എന്നിങ്ങനെ പറയാം. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമെന്ന് പറയാൻ ഐ നോ. ഐ ന്യൂ എന്ന് പറയുമ്പോഴോ ഐ ന്യൂ, അത് പാസ്റ്റ് ഫോമാണ്. ഐ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞു എന്നാണ്. ഞാൻ അറിഞ്ഞു. ഇനി ഇത് രണ്ടും നമുക്ക് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി പറഞ്ഞു നോക്കിയാലോ. ഇങ്ങനെയാണ് നാം ലോങ് സെൻറ്റൻസുകൾ പറഞ്ഞു പഠിക്കേണ്ടത്. കൃത്യമായ ദിവസം ഏതാണെന്ന് എനിക്കറിയില്ല, അത് മൊത്തത്തിൽ അങ്ങൊറ്റ ഇതാക്കി പറഞ്ഞാൽ മതി. എങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ വിച്ച് ഈസ് ദ എക്സാക്ട് ഡേ. കൃത്യമായ ദിവസം ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും നിന്നെപ്പറ്റി ചോദിക്കാറുണ്ട്. ഈ സെൻറ്റൻസിൻ്റെ സ്വഭാവം എന്താണ്? ഇതൊരു യൂഷ്വലായിട്ട് പതിവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന നിലക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ടെൻസ് ഫോമിലാണ് പറയേണ്ടത്? പ്രസൻറ്റ് സിമ്പിൾ ഫോമിലാണ് പറയേണ്ടത്. എപ്പോൾ വന്നാലും എന്നതിന് എന്താണ് യൂസ് ചെയ്യുക?
വെനെവർ എപ്പോഴായാലും അല്ലെങ്കിൽ എപ്പോഴെല്ലാം എന്നാണ് അതിനർത്ഥം. വെനെവർ ഐ കം ഹിയർ, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും, ഹിയർ ഇവിടെ, ഐ കം, ഐ ആസ്ക് അബൌട്ട് യു, ഞാൻ ചോദിക്കാറുണ്ട് എന്നതിന് ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട് എന്നാണ്. ഐ ആസ്ക് അബൌട്ട് യു, നിന്നെക്കുറിച്ച് ചോദിക്കാറുണ്ട്. വെനെവർ ഐ കം ഹിയർ ഐ ആസ്ക് അബൌട്ട് യു, വെനെവർ ഐ കം ഹിയർ ഐ ആസ്ക് അബൌട്ട് യു. ഞാൻ എപ്പോഴും നിന്നെപ്പറ്റി ഓർക്കാറുണ്ട്. അപ്പം അതെങ്ങനെ പറയാം? ഞാൻ എപ്പോഴും നിന്നെപ്പറ്റി ഓർക്കാറുണ്ട്. എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എന്നതിന് ഓൾവേസ് യൂസ് ചെയ്യാം. ഓൾവേസ്, ഐ ഓൾവേസ് തിങ്ക് അബൌട്ട് യു, ഐ ഓൾവേസ് തിങ്ക് അബൌട്ട് യു, ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഐ ഓൾവേസ് തിങ്ക് അബൌട്ട് യു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നീ അങ്ങനെ ചിന്തിച്ചോ? ഡിഡ് യു തിങ്ക് സോ? ഡിഡ് യു തിങ്ക് സോ? നീ അങ്ങനെ ചിന്തിച്ചോ? സോ അങ്ങനെ ഡിഡ് യു തിങ്ക്, നീ ചിന്തിച്ചോ. ഡിഡ് യു തിങ്ക് എന്ന് പറഞ്ഞാൽ നീ ചിന്തിച്ചോ. ഡിഡ് യു തിങ്ക് സോ, നീ അങ്ങനെ ചിന്തിച്ചോ. ഇവിടെ നമുക്ക് ഇതേ രീതിയിലുള്ള വേറെയും ക്വസ്റ്റ്യനുകളും ആൻസറുകളും ഫ്രെയിം ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ചിന്തിച്ചു എന്നൊരു ആൻസർ പറഞ്ഞാലോ? നീ അങ്ങനെ ചിന്തിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ് ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചു. നാം സാധാരണ മട്ടിൽ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു അങ്ങനെയൊന്നും പറയില്ല അല്ലേ? വിചാരിച്ചു, കരുതി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്ന് പറയും ഐ തോട്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഐ തോട്ട് സോ. ഇവിടെ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യനും ആൻസറും പാസ്റ്റ് സിമ്പിൾ ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഓക്കെ, അതായത് സബ്ജക്റ്റിനോട് നേരിട്ട് വേർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. തിങ്ക് എന്നതിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോമാണ് തോട്ട് എന്നത്. അപ്പോൾ തോട്ടിൽ എന്തൊക്കെയുണ്ട്? ഡിഡ് പ്ലസ് തിങ്ക് ആണ് തോട്ട് എന്ന് മനസ്സിലാക്കണം. ഡിഡ് പ്ലസ് തിങ്ക് തോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കുമ്പോൾ ഡിഡ് വെച്ചിട്ട് ചോദിക്കും. ഡിഡ് യു തിങ്ക്? ഓക്കെ. ഡിഡ് യു ഗോ? നീ പോയോ? അപ്പോൾ ഞാൻ ആൻസർ പറയുകയാണ് ഞാൻ പോയി. എന്നെങ്ങനെ പറയും? ഐ വെൻറ്റ്. വെൻറ്റ് എന്നത് ഗോ എന്നതിൻ്റെ സെക്കൻഡ് ഫോമാണ്. ഗോ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം. അപ്പോൾ വെൻറ്റിൽ എന്തൊക്കെയുണ്ട്? ഡിഡ് ഉണ്ട്, ഗോയുണ്ട്. അപ്പോൾ ഡിഡ് പ്ലസ് ഗോയാണ് വെൻറ്റ്. അപ്പം ഡിഡ് യു ഗോ? ഓക്കെ. ഡിഡ് യു ടേക്ക്? നീ എടുത്തോ? ഞാൻ എടുത്തു. ഐ ടുക്ക്. ഞാൻ എടുത്തു എന്നെങ്ങനെ പറയാം? ഐ ടുക്ക്. ടുക്ക് എന്ന് പറഞ്ഞാൽ ടേക്ക് എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോം. ഡിഡ് പ്ലസ് ടേക്ക് ടുക്ക്. ഡിഡ് യു റീച്ച്? നീ എത്തിയോ? എസ്, ഞാൻ എത്തി. ഐ റീച്ച്ഡ്. ആണ്. റീച്ച് എന്ന ബേസ് വെർബിൻ്റെ സെക്കൻഡ് ഫോം റീച്ച്ഡ് ആണ്. ഐ റീച്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഡിഡ് പ്ലസ് റീച്ച് ആണ് റീച്ച്ഡ്. ഓക്കെ. ഡിഡ് യു ഡു? നീ ചെയ്തോ? ഞാൻ ചെയ്തു. ഐ ഡിഡ്. ഡിഡ് എന്ന് വെച്ചാൽ ഡിഡ് പ്ലസ് ഡു ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡിഡ് യു ഡു? നീ ചെയ്തോ? നീ പറഞ്ഞോ? ഡിഡ് യു സേ? ഞാൻ പറഞ്ഞു. ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. സെഡിൽ എന്തൊക്കെയുണ്ട്? ഡിഡ് പ്ലസ് സേ. അപ്പോൾ അതാണ് ഡിഡ് യു സേ എന്ന് ചോദിക്കുന്നത്. നീ പറഞ്ഞോ? അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ വേർബിൻ്റെ ബേസ് ഫോം മാത്രമല്ല അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോമുകൾ കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ഞാൻ പറയുമെന്ന് നീ വിചാരിച്ചോ? നീ വിചാരിച്ചോ എന്നെങ്ങനെ ഇപ്പോൾ നമ്മൾ പഠിച്ചത്? നീ വിചാരിച്ചോ അല്ലെങ്കിൽ നീ ചിന്തിച്ചോ? ഡിഡ് യു തിങ്ക്? നീ അങ്ങനെ വിചാരിച്ചോ? ഞാൻ പറയുമെന്ന് എന്നത് എങ്ങനെ പറയും? ഇതൊരു ഇമാജിനേഷൻ മാത്രമാണ് അല്ലേ? ഞാൻ പറയുമെന്ന്, ഞാൻ അങ്ങനെ വിചാരിച്ചു. കഴിഞ്ഞ ലെസണിൽ നാം ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വുഡ് വെച്ചിട്ടാണ് പറയേണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെ പറയാം? ഡിഡ് യു തിങ്ക് ഐ വുഡ് ടെൽ? ഈ ചോദ്യത്തിൽ നമുക്ക് ഒന്നുകൂടി ആഡ് ചെയ്ത് നോക്കാം. എന്താണ്? വേറെ ആരോടെങ്കിലും പറയുമെന്ന് നീ വിചാരിച്ചോ? ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങനെ പറയാം? ഡിഡ് യു തിങ്ക് ഐ വുഡ് ടെൽ ടു സമ്മൺ എൽസ്? എന്ന് വെച്ചാൽ വേറെ ആരോടെങ്കിലും. വേറെ എന്നതിന് നാം എന്താണ് പഠിച്ചത്? തുടക്കത്തിൽ വാട്ട് എൽസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എൽസ് എന്ന് പഠിച്ചിട്ടുണ്ട്. എൽസ് എന്ന് പറഞ്ഞാൽ വേറെ ആരോടെങ്കിലും എന്ന് പറയാൻ സമ്മൺ എൽസ്. ഐ വുഡ് ടെൽ ടു സമ്മൺ എൽസ്. ഡിഡ് യു തിങ്ക് ഐ വുഡ് ടെൽ ടു സമ്മൺ എൽസ്? വേറെ ആരോടെങ്കിലും പറയുമെന്ന് വിചാരിച്ചോ? നെഗറ്റീവാക്കി പറയണമെന്നിരിക്കട്ടെ. പറയില്ലെന്ന് വിചാരിച്ചോ? എന്നെങ്ങനെ പറയാം? ഡിഡ് യു തിങ്ക് ഐ വുഡിൻ ടെൽ? വുഡിൻ വുഡ് നോട്ട്.
ഞാൻ പറയില്ലെന്ന് നീ വിചാരിച്ചോ? ഇത് തന്നെ വേറെ ആരോടും പറയില്ലെന്ന് വിചാരിച്ചോ? എന്നെങ്ങനെ പറയാം? ഞാൻ വേറെ ആരോടും പറയില്ലെന്ന് നീ വിചാരിച്ചോ? ഡിഡ് യു തിങ്ക് ഐ വുഡിൻ ടെൽ ടു എനിവൺ എൽസ്? എനിവൺ എൽസ് എന്ന് പറഞ്ഞാൽ എനിവണിൻ്റെ മീനിങ് ആരും എന്നാണ്. വേറെ ആരോടും എന്നുള്ള അർത്ഥത്തിലാണ് എനിവൺ എൽസ് എന്ന് പറയുന്നത്. എനിവൺ എൽസ്. സമ്മൺ എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും ആരെങ്കിലും ഒരാൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഡിഡ് യു തിങ്ക് ഐ വുഡ് ടെൽ ടു സമ്മൺ എൽസ്? ഞാൻ വേറെ ആരോടെങ്കിലും പറയുമെന്ന് നീ വിചാരിച്ചോ? ഞാൻ പറയില്ലെന്ന് നീ വിചാരിച്ചോ? ഡിഡ് യു തിങ്ക് ഐ വുഡിൻ ടെൽ? ഡിഡ് യു തിങ്ക് ഐ വുഡിൻ ടെൽ? ഞാൻ പറയുമെന്ന് നീ വിചാരിച്ചോ? ഡിഡ് യു തിങ്ക് ഐ വുഡ് ടെൽ? ഞാൻ വേറെ ആരോടും പറയില്ലെന്ന് നീ വിചാരിച്ചോ? ഡിഡ് യു തിങ്ക് ഐ വുഡിൻ ടെൽ ടു എനിവൺ എൽസ്? ഡിഡ് യു തിങ്ക് ഐ വുഡിൻ ടെൽ ടു എനിവൺ എൽസ്? ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇതേ ടൈപ്പിലൊരു സെൻറ്റൻസ് ആണ്. നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഇതും ഒരു ഇമാജിനേഷനാണ്. ഐ തോട്ട് യു വുഡിൻ കം. ഐ തോട്ട് യു വുഡിൻ കം. ഐ തോട്ട് യു വുഡിൻ കം. നീ വരില്ലെന്ന്. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയാൻ എങ്ങനെ പറയാം? ഐ തോട്ട് യു വുഡ് കം. ഐ തോട്ട് യു വുഡ് കം. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് യു വുഡ് കം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാങ്കല്പിക ചിന്തയാണ്. ഞാൻ വരുമെന്ന് അല്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് എന്നതൊക്കെ. അപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്താണോ അതാണ് നമ്മൾ വുഡ് വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ എഴുതുക. മറ്റൊരു ലെസണിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.